ഗൈസ് നമ്മളിപ്പോ ഒരു ഫുഡ് വ്ളോഗ് ചെയ്യാണ്. ഫുഡ് വ്ളോഗാണ് നമ്മളത്. ഗൈസ് നമ്മളിപ്പോ മിഞ്ചുണ്ട്, ഇസാക്ക് ബാക്കിലുണ്ട്. നമ്മിപ്പോ പാൽ പെറോട്ട ആണ് സ്പെഷ്യൽ ആണ്. നെക്സ്റ്റ് നമ്മ എന്തെങ്കിലും വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് പഠിക്കണതായിരിക്കും. മിഞ്ചു എന്താ പറയുന്നത്? ഗൈസ് മിഞ്ചുവിന് വയ്യാണ്ടായിരിക്കണം. മിഞ്ചുവിന് പനിയല്ല, കഫക്കെട്ടല്ലേ. മിഞ്ചുവിന് ജലദോഷം ഉണ്ട്. ഇസാക്കിന് നൈസായിട്ട് ജലദോഷം ഉണ്ട്. മേ ബി എനിക്കും നാളെ ജലദോഷം വരാൻ ചാൻസ് ഉണ്ട്. ഒക്കത്തിന് ആമീൻ പറഞ്ഞോടാ പിന്നെ. അപ്പൊ നമ്മ പാൽ പെറോട്ട ആണ് ഗൈസ്. നാട്ടിലുണ്ട് പാൽ പെറോട്ട അല്ലേ? നാട്ടിൽ നിന്ന് ഞാൻ കഴിച്ചില്ല പാൽ പെറോട്ട. ഞാൻ ഇവിടെ നിന്ന് കഴിച്ചു. ഇവിടെ നിന്ന് 2 മാസമൊന്നുമില്ല മോനെ. ഇവിടെ ഇപ്പൊ എത്ര മാസമായി? ഞാൻ 5 മാസമായി. 2 മാസം ഷാർജയില്. ഇതിപ്പോ 2.5 മാസമായി ഇവിടെ അബുദാബി. അബുദാബി നൈസ് ഉണ്ടാ. അബുദാബി അടിപൊളിയാണ് ഗൈസ്. അബുദാബി നൈസാണ്. ഞാനിപ്പോ ദുബായ് കണ്ട്, ഷാർജ കണ്ട്, പിന്നെ അലൈൻ കണ്ട് ഞാൻ, പിന്നെ അബുദാബി കണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നൈസ് ആവാനുള്ള കാരണം എന്ന് പറഞ്ഞാല് മിഞ്ചു ഇസാക്കും ഉണ്ട്. അതാണ് ഏറ്റവും മെയിൻ. നമുക്കിവിടെ നമ്മളെ നല്ല ഫ്രണ്ട്സ് ഉണ്ട്. മെയിൻലി ഷാർജ അടിപൊളിയായിരുന്നുണ്ട്. ഷാർജ അടിപൊളിയായിരുന്നില്ല എന്നല്ല പറയണത്. വിഷമ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇവിടെ ഒരു അബുദാബിയുടെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാല് സൈലന്റ് ആണ്. നല്ലൊരു പണ്ട് ഇപ്പൊ മമ്മൂട്ടി ഇവിടെ വന്നിട്ട് ഒരു ഡയലോഗ് അടിച്ചായിരുന്നു. അതായത് പണ്ട് അബുദാബിക്കാരെന്ന് പറഞ്ഞെങ്കില് നാട്ടില് പെണ്ണിട്ടാൻ ഭയങ്കര എളുപ്പമാണ്. അത് പാട്ടുണ്ടല്ലോ. പാട്ടുണ്ട്. അബുദാബിക്കാരൻ പുതുമണവാളൻ എല്ലാരോടാണ്. മൻസൂർക്ക പിന്നെ വാപ്പ എല്ലാരും ഫാമിലി സെറ്റിൽ മനസ്സിലായില്ല ഗൈസ്. അബുദാബി വരുന്ന കാരണം മിഞ്ചുവിന്റെ എവിടെ വേണമെങ്കിലും നിക്ക ഗൈസ്. മിഞ്ചു അത്രയും റിച്ച് ആണ്. ഞാൻ പറഞ്ഞില്ല മിഞ്ചുവിന്റെ വണ്ടിയാണ്. നമ്മളിപ്പോ പോണത് മിഞ്ചുവിന്റെ വണ്ടിയിൽ ഗൈസ്. അംബാനിയേക്കാൾ റിസർവ് ബാങ്ക് എത്ര ഉണ്ട്? 3 ഗൈസ്. അപ്പൊ നമ്മെന്തായാലും അവിടെ എത്തിയിട്ട് നമ്മ കിസ്മത്തേക്കാണ് പ്ലാൻ ചെയ്തിട്ടുള്ള. കിസ്മത്തേക്കാണ് പോണത് അബുദാബിയില്. ഗൈസ് നമ്മിപ്പോ കിസ്മത്തിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മ കിസ്മത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളിപ്പം ഇസാക്ക് ആൻഡ് പിഞ്ചു ഉണ്ട്. അങ്ങനെ നമ്മുടെ ബാക്കിൽ നമുക്ക് അബുദാബി ആണ്. അബുദാബി ഗൈസ്, അബുദാബി. ആൾക്കാർ വിചാരിക്കും ഫസ്റ്റത്തെ വ്ളോഗായിരുന്നു ഇത്. അബുദാബി ഫുള്ള് ലൈറ്റാണ്. ഇന്ന് വെള്ളിയാഴ്ച ആണ്. നമുക്കിന്ന് നാളെ ശനി ഞായറും അല്ലേ. അപ്പൊ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. അപ്പൊ സാധാരണ ഞാനിപ്പോ വന്നിട്ടുള്ള ഒരുവിധ ആഴ്ചകളിലും നമ്മ ഉറങ്ങിയിട്ടില്ല. വെള്ളിയാഴ്ചകളിൽ വെള്ളിയാഴ്ച ഇങ്ങനെ പോലും വർത്താനം പറയും. അങ്ങനെ നമ്മ ഓർഡർ കൊടുത്ത് പാൽ പെറോട്ടാണ് ഓർഡർ കൊടുത്തത്. ബീഫിൽ 3 പാൽ പെറോട്ട ഓർഡർ കൊടുത്ത്. പിന്നെ അവര് കോംപ്ലിമെന്ററി ആയിട്ട് വാട്ടർമെലൻ ജ്യൂസ് ഒക്കെ തരുന്നുണ്ട്. വെൽക്കം ഡ്രിങ്ക് ആയിട്ട് വാട്ടർമെലൻ ജ്യൂസ് തരും. ചിലയിടത്ത് സൂപ്പായിരിക്കും. ഇവിടെ നമുക്ക് വാട്ടർമെലൻ ഡ്രിങ്ക് ആണ് കിട്ടിയത്. പിന്നെ സലാഡ് ഉണ്ട്. സലാഡ് ഞാൻ അടുത്തതാണ്. ഇതാണ് സലാഡ്. സലാഡ് കഴിച്ചോണ്ടിരിക്കും. വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാലേ, വ്ളോഗ് തുടങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും മുടിയും താടിയും ഒക്കെ സെറ്റ് ചെയ്ത് നോക്കണേ. ചുള്ളനായിട്ടിരിക്കണ്ടേ. കൈയൊന്നും എഴുതോ? ഷൂ ഒക്കെ ഇട്ട് തുടങ്ങി. ഒരു മാറ്റില്ലേ സാക്കിന്. ഇപ്പൊ ലുക്കില്ലേ. ഇപ്പൊ ഒരു 18 വയസ്സായ കുട്ടിയെന്നല്ലോ വിചാരിക്കുള്ളൂ. കമന്റ് ചെയ്തിട്ട എത്ര വയസ്സ് തോന്നിക്കും സാക്കിന്. പിന്നെ പറഞ്ഞ പോലെ പെണ്ണാലൊക്കെയുണ്ട്. കഴിഞ്ഞ വ്ളോഗില് മാമിന്റെ പെണ്ണാലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ പോലെ
ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി പാൽ പൊറോട്ട വന്നിട്ട് പറയാം. ഞാൻ നിങ്ങൾക്ക് വേറൊരു സംഭവം കാട്ടിത്തരാം. നമുക്കിവിടെ ഗെയിം കളിക്കാനുള്ള സംഭവമൊക്കെ ഉണ്ടല്ലേ, ഞാൻ കാട്ടിത്തരാട്ടെ. യൂണിഫോം നമുക്കിത് ഇവിടെ പിക്ചറൊക്കെ ഡ്രോ ചെയ്തതിൽ നമ്മൾ ഓർഡർ ചെയ്ത സമയം നമുക്ക് ഫണ്ണായിട്ട് സമയം ചെലവഴിക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണ്. പേന വേണം, പേന അവർ ചോദിച്ചാൽ ചിലപ്പോൾ തരായിരിക്കും. പിന്നെ നമുക്ക് എന്താ ചെയ്യുക, വേർഡ്സും കാര്യങ്ങളൊക്കെ ഫൈൻഡ് ചെയ്തിട്ട് അങ്ങനെ സമയം കളയാം. ഒരു പസിൽ മാതിരി കുഞ്ഞിപ്പിള്ളേർക്ക് ഈ പിക്ചറും കാര്യങ്ങളൊക്കെ ഡ്രോ ചെയ്യാം. ഇവിടെ ഇങ്ങനെ ഡ്രോ ചെയ്യാം. ഇതൊന്നും പെയ്ഡ് പ്രൊമോഷൻ അല്ല ഇടാൻ, ഇങ്ങനെ വന്ന് അപ്പോൾ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് കാട്ടിത്തരുന്നതാണ്. ഇസാക്ക് സലാഡ് ഫുള്ള് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഉച്ചക്ക് നമ്മ മട്ടനല്ല കഴിച്ച, മട്ടൻ ബിരിയാണി കഴിച്ചു. മട്ടനല്ല, ബീഫല്ലേ, സോറിയടാ, ബീഫ് ബിരിയാണി കഴിച്ചു. അല്ലറാ, ഞാൻ മറന്നുപോയാണ്. ബീഫ് ബിരിയാണി ഉണ്ടാവും കഴിച്ചത്. അങ്ങനെ ഇന്നിപ്പോ പാൽ പൊറോട്ട. മിഞ്ചു വാക്കുകൾ കണ്ടുപിടിക്കാനുള്ള തിരക്കത്തിലാണ്. പഠിക്കുമ്പോഴക്കും ഇത്രയും ശുഷ്കാന്തി കാട്ടിയിട്ടില്ല ചെക്കൻ. പഠിക്കുമ്പോഴക്കും അല്ലേ. സാഗു പിന്നെ അതൊന്നും നോക്കൂല ഗൈസ്. സാഗിനൊന്നും അതിന്റെ ഒന്നും ആവശ്യമില്ല, അതുകൊണ്ട് പിന്നെ അതൊന്നും നോക്കൂല. അങ്ങനെയാണ് ഗൈസ്. ആഫ്റ്റർ എ ലോങ് ടൈം വാക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഫയർ ഉണ്ടല്ലോ ഇത് ഗൈസ്. കണ്ടുപിടിച്ചു. ഇനി ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് നോക്കാം. അടുത്തതും കണ്ടുപിടിച്ചു. ഹീറോ കണ്ടുപിടിച്ചു. മിഞ്ചുവിന്റെ കഴിവ് അപാരം തന്നെ അല്ലേ. അപാര കഴിവുള്ളതുകൊണ്ട് മിഞ്ചു ഒരു കഴിവ് പിന്നെ തെളിയിച്ചോണ്ടിരിക്കുന്നു. എന്താണ് വാക്കുകൾ? വ്ളോഗിൽ ഇങ്ങനത്തെ സംസ്കാരമില്ലാത്ത വാക്കുകൾ യൂസ് ചെയ്യാൻ പാടില്ല. ഇത്രയും നന്നായി മുടിയും വെട്ടി ഒരു ജെന്റിൽമാന്റെ മാതിരി ഇരുന്നിട്ട്, ഇത്രയും ലുക്കായി ഇരുന്നിട്ട് ഇങ്ങനത്തെ വാക്കുകൾ യൂസ് ചെയ്യാൻ പാടില്ല. പ്രശ്നമൊന്നുമില്ല, എനിക്ക് പ്രശ്നം തോന്നുന്നില്ല. പക്ഷെ എനിക്ക് പ്രശ്നം തോന്നുന്നു. ചൂടായി തുടങ്ങി ഗൈസ്. അപ്പൊ ഞാൻ പൊരുത്തപ്പെട്ട് കൊടുക്കണം ചെക്കനിക്ക്. ചെക്കൻ ആമി പറഞ്ഞിട്ടുണ്ട്. So guys, thank you for watching. പറഞ്ഞു ക്യാമറ ഓഫ് ചെയ്യാൻ വേണ്ടി വന്നു. കണ്ടാ ഇന്നലെ ഇതുപോലെ തന്നെ പലതും ഉണ്ടായിരുന്നു. ക്യാമറ ഓഫ് ചെയ്യണമെങ്കിൽ അതിന്റെ പത്തി പാൽ പൊറോട്ട എത്തിയേക്കാം. ഇതാണ് നമ്മളെ പാൽ പൊറോട്ട. മിഞ്ചുവിന് എത്തിയിട്ടുണ്ട്. മിഞ്ചു സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി കഴിക്കല്. ഇതാണ് പാൽ പൊറോട്ട ഗൈസ്. ഇസാക്കിൻ്റെയും പാൽ പൊറോട്ട എത്തിയിട്ടുണ്ട്. എങ്ങനെ മിഞ്ചു ടേസ്റ്റ് ചെയ്ത് നോക്കിയാ? ബീഫിൻ്റെ ടേസ്റ്റ് ഞാൻ ഗോയിങ് ടു ഗെറ്റ് ഇൻ ടു ദിസ്. അത് കിട്ടിയില്ലടാ, അത് കിട്ടാനായിരുന്നു. ഗൈസ് മിഞ്ചുടെ പാൽ പൊറോട്ട. എനിക്ക് കൊതി വരുന്നുണ്ട് ഗൈസ് മിഞ്ചുൻ്റെ ഇത് ആക്ഷൻ. ആഴ്ചയിൽ ഓരോട്ടോ ഗൈസ്. നമ്മ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഇവിടെ നമ്മളോട് ചോദിച്ച യൂട്യൂബ് ചാനലാണ് പേരൊക്കെ ചോദിച്ചു ഗൈസ്. അപ്പം അങ്ങനെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് കിട്ടിയായിരുന്നു. നമ്മുടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഏത് യൂട്യൂബ് ചാനലെന്ന് വെച്ചിട്ട് ഐ എം ഡൈവിങ് ഇൻ ടു ദിസ് പാൽ പൊറോട്ട. സീ യു ആഫ്റ്റർ ദിസ് ഗൈസ്. അടിപൊളി സാധനം. പാലില്ലേ, പാല് നല്ല മിഞ്ചു, നല്ല കട്ടുള്ള പാല്, കട്ടുള്ള പാല്, നല്ല ബീഫ് കറി, തേങ്ങ കുത്തൊക്കെ ഇട്ടിട്ടുള്ള അടിപൊളി ബീഫ് കറി കഴിച്ചു. ബീഫ് കറി അല്ല, ബീഫ് റോസ്റ്റ്, ഒലത്ത്. ഞാൻ എടുത്തേടാ സാധനം അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. നമ്മുടെ ഫുഡ് കഴിച്ചിറങ്ങി. അടിപൊളി ഫുഡാണ്.
നല്ല ടേസ്റ്റ് ഉണ്ടായി. പക്ഷെ മിഞ്ചുവിനെ വയ്യാത്ത അധികം കഴിക്കാൻ പറ്റില്ല. അപ്പം പാർസൽ എടുത്തിട്ടുണ്ടായി. പാർസൽ അവര് നല്ലൊരു സർവീസാണ്. എനിക്ക് മെയിൻ എന്തെന്ന് അറിയോ, ഹോട്ടലിൽ പോകുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഞാൻ ഫ്രഷ് പാലസ്. ഞാൻ എന്തായാലും നിങ്ങൾക്ക് അടുത്ത ഫ്രഷ് പാലസ് ഒരു വെയിറ്റർ ഉണ്ട്. ഞാൻ ഇവരോടും പറഞ്ഞിട്ടുണ്ടത് അല്ലേ, ഫ്രഷ് പാലസ് മുസ്തഫയിൽ ഒരു വെയിറ്റർ ഉണ്ട്. ഞാൻ അവിടെ നിന്ന് കഴിക്കാറില്ല പാൽ പൊറോട്ട. ഞാൻ അവിടെ നിന്ന് കഴിച്ചത് അവിടെ അടിപൊളിയാണ്. അവിടെ കോമ്പോണ്, ചിക്കനും ഉണ്ടാവും ബീഫും ഉണ്ടാവും. ഇതും സെറ്റ് ഉണ്ടാ, ഇതും അതിനെക്കാട്ടിലും കുറവാണ് റേറ്റ് വന്നത്. അപ്പൊ ഇതും അടിപൊളി തന്നെ. നാട്ടിയത്തൊരു ടേസ്റ്റ്, നാട്ടിയത്തൊരു ബീഫിന്റെ ടേസ്റ്റും പിന്നെ ഇത് വരട്ടിയേണ്ട ഒരു ടേസ്റ്റ് കിട്ടും. അല്ലേ സാക്ക, നല്ല വരട്ടിയേണ്ട ടേസ്റ്റ്. ഉണ്ടെന്ന് പറയുന്നുണ്ട്, എനിക്കറിയില്ല. അതെ, ഹാമിലുണ്ടെന്ന് പറഞ്ഞു ഗൈസ്. ഇതൊക്കെ പറയാൻ പറ്റും, യൂറിക് ആസിഡ് ഉണ്ടെന്നൊക്കെ. നമ്മ വേറെ ടോക്കിലോട്ട് പോയി, അതുകൊണ്ട് കട്ട് ചെയ്തിട്ടായിരിക്കും പറയണേ. വേറെ ടോക്കൊന്നുമല്ല, അപ്പൊ റെഡ് മീറ്റ് പരമാവധി ഒഴിവാക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ കൂടുതലും കഴിക്കാം ഫിഷ്, ചിക്കൻ ഏറ്റവും കൂടുതൽ കഴിക്കുക, ഫിഷ്. പിന്നെ അങ്ങനെ എന്തോ ഇവനക്ക് ആരും ഉണ്ടാക്കി കൊടുത്തയക്കണ കാര്യമാണ് പറയുന്നതായിട്ട് ഉമ്മാനോട് പറയൂല. അതേമാതിരി ഞാൻ പൊതുവായിട്ട് ഇത് കഴിക്കാറില്ല. മട്ടനൊട്ടും കഴിക്കൂല, ബീഫ് വല്ലപ്പോഴും കഴിക്കും, അത്രേ ഉള്ളൂ. മിന്റിനെ സ്നേഹിക്കണം, അതൊക്കെ ഒന്ന് മനസ്സിൽ വിചാരിച്ചു വെക്കാം അല്ലേ. ഇനി പോകുമ്പോള് റെഡ് മീറ്റ് അധികം ഓഫർ ചെയ്യാണ്ടിരിക്കാം മിഞ്ചു. ഞാനപ്പോ പറഞ്ഞു നിർത്തിയതെന്ന് പറഞ്ഞത് ഫ്രഷ് പാലസിൽ അടിപൊളി സർവീസും പ്രസന്റേഷനും അടിപൊളിയായിരിക്കണം. ഇവിടെ എന്ന് പറഞ്ഞ പ്രസന്റേഷൻ വീഡിയോ കണ്ടാലും അറിയാം. വീഡിയോ കണ്ടു കഴിഞ്ഞാല് കട്ട് ചെയ്യലില്ല. ഞാൻ ഇതൊന്ന് പറഞ്ഞ് തീർക്കട്ടെ, നമുക്ക് കട്ട് ചെയ്യാം. 1 മിനിറ്റ് ഇതൊന്ന് പറഞ്ഞ് തീർക്കട്ടെ. 1 മിനിറ്റ്, ഒരു നിമിഷം തരൂ. ഇത് നല്ല ഇപ്പൊ ഏറ്റവും കൂടുതൽ വ്യൂസ് നമ്മുടെ കുടുംബത്തിനല്ല. അല്ല, ഫ്രഷ് പാലസ് ഉണ്ട് ഇവിടെ, നമ്മ പറയണാണ്. അപ്പൊ ഫ്രഷ് പാലസിന് വേറൊരു പേര് കൂടി ഉണ്ട്, കഞ്ഞിക്കട എന്ന് പറഞ്ഞിട്ട് അറിയപ്പെടും. കഞ്ഞിക്കട എന്ന് പറഞ്ഞിട്ട് അറിയപ്പെടും. അബുദാബിയിലുണ്ട്, മുസഫയിലും ഉണ്ട്. വെറൈറ്റി കഞ്ഞികൾ കിട്ടും നമുക്ക്. അബുദാബിയിൽ വെറൈറ്റി കഞ്ഞികൾ കിട്ടാനായിട്ട് നമ്മളിനി പഞ്ഞി പിടിക്കുമ്പോ നമുക്ക് ഫ്രഷ് പാലസിൽ പോയിട്ടുള്ള വ്ളോഗ് ചെയ്യാം. അതായത് അവിടെ ജീരകക്കഞ്ഞി കിട്ടും, പിന്നെ പൊടിയരിക്കഞ്ഞി കിട്ടും, എല്ലാ കഞ്ഞിയും വെറൈറ്റി കഞ്ഞീസ് നമ്മുടെ ഓഫർ ചെയ്യണം. അപ്പൊ അങ്ങനെയാണ് ഗൈസ്. അപ്പൊ എനിക്ക് ഇവിടെ ഇഷ്ടമായിട്ട്, ഇവിടെ ഇഷ്ടമായില്ലാന്നല്ല, ഇവിടെ അടിപൊളിയാണ്. ഇവിടെ പ്രസന്റേഷൻ ഞാൻ വീഡിയോ ശ്രദ്ധിച്ചാൽ കാണാം. അതിന്റെ മേലിൽ ക്യാബേജ്, ക്യാരറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ അവർ പ്രസന്റ് ചെയ്തത്. നല്ലൊരു സർവീസും ഉണ്ടായി. ഞങ്ങളിപ്പോ ഇലക്ട്രയിലാണ് നിൽക്കുന്നത്. സംഭവം എന്ന് പറഞ്ഞാല് നമുക്ക് ഇവിടെ ഫോണ് നമുക്ക് ബാക്ക് ഇരിക്കാൻ പറ്റൂല, നമ്മളിപ്പോ ട്രാഫിക്കിലാണുള്ളത്. സോ എനിക്ക് നല്ല ഇഷ്ടമായി. ആള് വന്ന് ചോദിച്ചു യൂട്യൂബ് ചാനൽ ഉണ്ടോ, എന്താണ് പേര്. അപ്പൊ ഞാൻ പറഞ്ഞു തുടങ്ങണുള്ളൂ, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്ത്